നമസ്കാരം, ഞാൻ ബബിത ബഷീർ. ട്യൂഷൻ വീടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ വീട് കാണുന്ന പോലെ തന്നെ നമ്മുടെ ടുട്ടു ആൻഡ് വ്ലോഗ്സ് ടുട്ടുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ പ്ലേ ഉണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പോൾ ടുട്ടു ആൻഡ് വ്ലോഗ്സിന് ഓൾ ദ വെരി ബെസ്റ്റ്. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തേ നമ്മൾ ഊട്ടിയെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഇറങ്ങാണ് റൂമില് പുറകെ നടക്കുന്ന. അപ്പൊ നമ്മള് റൂമിലൊക്കെ കയറി റൂമിലൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഒരുത്തി ഇപ്പൊ നമ്മുടെ ആ വോയിസ് ഓവറിലുള്ള ആ 3 പേരും ഇവിടെ ഉണ്ട്. പക്ഷെ അതിലുള്ള ഒരാൾ തക്കു അടിയിലാണ്, പിന്നെ എൻ്റെ ഉണ്ണിയിൽ ഡുഡു അവള് അടിയിൽ നിന്നിട്ട് അമ്മാമ്മയോട് സംസാരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 3 പേരാണുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരുത്തി തീറ്റയാണ്. അത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ നമ്മുടെ റോസും ഞാനുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ റോസ് വെച്ചേക്കുന്ന ഈ തൊപ്പി വലിച്ചു കീറിയിട്ട് ഈ കുഞ്ഞു അതിനെ ഷാളാക്കി മാറ്റിയിട്ടാണ് കുഞ്ഞു ഇട്ട് നടക്കുന്നത്. പിന്നെ നമ്മുടെ തക്കു വരയും ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. അതെ, ഞാനും പിന്നെ വരയല്ല നീളമുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതിൽ കാണാൻ ഒട്ടും ഇഷ്ടമല്ല, ഇവർക്കും ഇഷ്ടമല്ല ഇവരെ ഇതിൽ കാണാൻ. പക്ഷെ മൈസൂര് അടിപൊളിയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. പാർട്ട് 1 കണ്ടില്ലേ, അത് വേഗം പോയി കണ്ടാണ്. ഇത് നമ്മുടെ പാർട്ട് 2 ആട്ടോ. അപ്പൊ അതേ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഈ ഫ്രണ്ട്സ് കൂടിയുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നു. 2ാമത്തെ ട്രിപ്പാണ് നമ്മുടെ മൈസൂർ. അതെ, അതാണ് അതിനായിട്ട്. ഇനി നമ്മൾ രാജസ്ഥാൻ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇടാം. രാജസ്ഥാൻ പോകുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്, അറിഞ്ഞൂടാ. നമുക്കപ്പോൾ ആ രാജസ്ഥാൻ പോയതൊക്കെ കാണാട്ടെ. എവിടേക്കെങ്കിലും എന്തായാലും ഈ കൊല്ലം നമ്മളെല്ലാവരും കൂടി പോവും. കൊല്ലല്ല, അടുത്ത കൊല്ലം. നാളെ കൊല്ലാണ് പോവാറുള്ളത്. അതെ, ഓരോ കൊല്ലത്തേക്ക്. അല്ലെങ്കിൽ എൻ്റെ അപ്പം വരുമ്പോ അപ്പൻ പുറമെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അല്ല, വരുമ്പോ ടൂറ് പോവാ. വരുമ്പോഴല്ല, കൊല്ലത്തിൽ അല്ലെങ്കിൽ മാസത്തില്. നിന്റെ അപ്പൻ എവിടെയാണ് വർക്ക് ചെയ്യണേ? അകടയില്ലേ, സ്വർണ്ണ. എവിടെ സ്ഥലം? ദുബായിലാണ്. അപ്പൊ അവിടെ ഞാൻ വന്നപ്പോ ഞങ്ങൾക്ക് മിഠായി ഒക്കെ കൊണ്ട് തന്നായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അവളുടെ ഒരു കണ്ണാട കണ്ടുപൊട്ടികളുടെ പോലെ വായ്നോക്കികള്. അത് പറയില്ല, വായ്നോക്കിയെന്ന് കണ്ടാ പറയും. ഇവിടെ നമ്മുടെ തക്കു തലയില് ഷോളൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒന്നിലേക്ക് പെട്ടെന്ന് പേടിച്ചതാണ്, വേറൊന്നുമല്ല. അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം, നമുക്ക് കുറവാണ്. അതെ. അപ്പൊ ഇന്നത്തെ ഇനി ട്രിപ്സ് ഒക്കെ ഇങ്ങനെ പാട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ബിലോ. പിന്നെ നമുക്ക് രാവിലെ ആയിരുന്നപ്പോൾ ചായയൊക്കെ ഇവർ കൊണ്ടു തന്നായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹോളും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ റൂമുകളായിരുന്നു പൊട്ട. അതെ, ഹോളൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഞങ്ങള് കൈ കഴുകാൻ വേണ്ടി ആ വെള്ളം തൊട്ടപ്പോ ഞങ്ങളുടെ കൈ മരവിച്ച് പോയി. കാരണം അത്രയും തണുപ്പായിരുന്നു. അത്രയും തണുപ്പാ. നമ്മള് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല വെള്ളം. അമ്മ അതേ തണുത്ത് വെച്ചു. പുറത്ത് വെച്ചാൽ മതി, അപ്പനെ നമ്മുടെ തക്കു ബേബിനെ ഞാൻ ഇങ്ങനെ മൈക്ക് എടുക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ തക്കു ബേബിനെ ഭയങ്കര ഇഷ്ടമാണ്, ഡുഡുമോളെ ഭയങ്കര ഇഷ്ടമാണ്. ചില ഉണ്ണികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ഉണ്ണികളെ കാണുമ്പോൾ പോകുമ്പോൾ പക്ഷെ എനിക്ക് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കുഞ്ഞുകുട്ടി? യെസ്, കുഞ്ഞുകുട്ടി അല്ലാട്ടോ നമ്മുടെ തക്കുകുട്ടി വേറെ, കുഞ്ഞുകുട്ടി വേറെ. മൂത്തത് നമ്മുടെ റോസു, ഇളയത് നമ്മുടെ കുഞ്ഞു, പിന്നെ തേർഡ് ഉള്ളത് തക്കുവാണ്. ഇനി ഇവരുടെ റിയൽ നെയിം നമ്മുടെ പാർട്ട് 1 ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 1 കണ്ടവർക്കൊക്കെ ഇവരുടെ പേരറിയായിട്ടും. അപ്പോൾ നിങ്ങൾ റോസുവിൻ്റെ R ഇട്ടിട്ട് ഡാഷ് ഇട്ടിട്ട് റോസിൻ്റെ ഫുൾ നെയിം അതിൽ നിന്നെടുത്ത് എഴുതണം. അതേപോലെ തന്നെ കുഞ്ഞുവിൻ്റെ
കെ ഇട്ടാ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുന്ന് അങ്ങനെയല്ല എഴുതാ, പക്ഷെ കെ ഇട്ടാ മതി. പിന്നെ ഡാഷ് ഇട്ടിട്ട് ഒരു ഇത് എഴുതാ. പിന്നെ നമ്മുടെ തക്കൂന് ഒരു റോസാപ്പൂ വരച്ചിട്ട് റോസാപ്പിന്റെ ചിഹ്നം ഇട്ടിട്ട് അവിടെ ശരിക്കുള്ള നെയിം എന്താന്ന് എഴുതാം. അങ്ങനെ കറക്റ്റ് ആവുന്നവരുടെ പേരും കൂടി നിങ്ങളുടെ പേരും കൂടി അതിൽ കൊടുക്കണം. അപ്പൊ ഞാൻ യൂട്യൂബിൽ നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും. അതെ, അവൾക്കല്ല അതെ അതെയാണ് ഗൈസ്. ഇവിടെ ഒരാൾക്ക് യെസും ഇവിടെ ഉള്ളവർക്ക് അതെ. അപ്പൊ ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന നടക്കട്ടെ. എനിക്കില്ല, എന്നെ കാണാൻ ഒട്ടും ഇഷ്ടം. നോക്കിയ ഡ്രസ്സൊക്കെ എനിക്ക് എന്റെ ഏറ്റവും ബോറ് തോന്നി. എന്തൊരു ബോറ് ഡ്രസ്സാ. ഇതിൽ കുറച്ചും കൂടി മെനയിൽ വന്നേക്കണം നമ്മുടെ റോസ് കുട്ടിയാ. അപ്പൊ റോസ് ഇതിലും മെന ആയതുകൊണ്ട് മൈസൂരിന്റെ റോസിന്റെ കടയിൽ ഊള പയ്യുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കട ഈ പ്രശ്നം നമ്മള് ഇവിടെ വെച്ച് നമ്മൾ ഈ പ്രശ്നം ഇവിടെ വെച്ച് സ്ലോ ആക്കണില്ല. ഇവിടെ എല്ലാരും കൂടി തല്ലിവിടും. ഇല്ല, ഞങ്ങൾ തല്ലിവിടാറില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഞങ്ങൾ നാരങ്ങപ്പാല് കളിക്കാന്ന് നാരങ്ങപ്പാലാ നാരങ്ങപ്പാല് കളിക്കാൻ നമ്മൾ വിചാരിച്ചില്ല. നാരങ്ങപ്പാലാണോ ഇന്ന് പറയാ? വേറെ എന്തല്ലോ പറയാ? അതന്നെ അതെ. പച്ച പൂക്കൾ മഞ്ഞ കോടി കഴുത കുട്ടിയെ, സോറി ആട്ടുകുട്ടിയാ. ഇപ്പൊ നെഹയുടെ അമ്മ അവിടെ നിക്കുന്നുണ്ട്. അതെ, നേഹ അവിടെ ഡാൻസ് കളിക്കുന്നത് ഇപ്പൊ കാണാണ്ട. അത് ആ ഡാൻസ് ഒന്നല്ല ഗൈസ്, ഞാന് ഗ്ലാസ്സിൽ നോക്കിട്ട് മെരാക്കി ആക്കുന്നതാണ്. ഈ ഗ്ലാസ്സിൽ മെരാക്കി നോക്കി കഴിഞ്ഞാൽ എന്റെ അപ്പനെ കാണാൻ പറ്റും. എന്റെ ഡാഡ് ഈ നമ്മുടെ ഈ നീല ചുമരുള്ളായിരുന്നു നമ്മുടെ റൂം. ഞാനിപ്പോ കണ്ണാടി നോക്കിയത് ഇവരുടെ റൂമായിരുന്നു. കാരണം ഇവരുടെ റൂമിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് അത് നോക്കാൻ ഇഷ്ടമായിരുന്നില്ല. ബോഡി ഞങ്ങളുടെ റൂമിൽ കണ്ണാടി ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ റൂമിൽ കണ്ണാടി ഉണ്ടായിരുന്നില്ല. പൊടി ഇവരുടെ മാത്രമേ റൂമിൽ കണ്ണാടി ഉണ്ടായിരുന്നത്. ഞാൻ കാട്ടുതരണ്ട. ഇപ്പൊ ഞങ്ങൾ തുള്ളി നിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ പയ്യണ്ട് കാലൊക്കെ നിവർത്തി. അപ്പൊ ഞങ്ങളിവിടെ തക്കുവല്ല കുഞ്ഞു കുട്ടി റോസിനെ കുട്ടിയിലുള്ള കുറ്റങ്ങളാണ് അപ്പച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നത്. അതെ അതെ, കണ്ടില്ല പിണങ്ങിയിരിക്കണം അവിടെ കുഞ്ഞു. പിന്നെ അതേ ഞങ്ങള് രാവിലെ പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ അപ്പൊ തണുപ്പുണ്ടാവണേ, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങിയപ്പോ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓടിപ്പോണതൊക്കെ ഞങ്ങൾ കണ്ടു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇതാണ് നമ്മുടെ തക്കു ബേബി. മറ്റേത് നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? അങ്ങനെ പറയണ പോലെയാണ് ഇവളിപ്പോ നമ്മുടെ കുഞ്ഞുകുട്ടി പറയുന്നത്. കുഞ്ഞുകുട്ടിന്നില്ല, കുഞ്ഞുന്നുള്ളോ. കുട്ടിയുടെ ചട തീർക്കാനാണ് പാടുപെടുന്നത് വെള്ളമ്മ. അതന്നെ നമ്മളിവിടെ വെച്ചിട്ടല്ല മൊട്ടത്തോടിന്റെ ഉള്ളിൽ കൂടെ തലയിട്ടത് അതൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയായിട്ട് അല്ല, അതിവിടെ ഇരുന്നു. അതൊക്കെ വഴിയായിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇത് പാർട്ട് 2 എത്തിയിട്ടുള്ള പാർട്ട് 3 ഒക്കെ ഉണ്ടാവും കേട്ടോ. ജുറാസിക് പാർക്ക് അങ്ങനെ എന്തൊക്കെ പാർക്കിക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് റൂം എത്തിക്കിട്ടിയത് തന്നെ. പിന്നെ ആ ഭാഗത്ത് നിറച്ച് ഗ്ലാസ്. അപ്പൊ ഈ ഊട്ടിയിൽ തന്നെയല്ലേ ജുറാസിക് പാർക്ക്? അപ്പൊ ഈ പാർട്ട് 2 കണ്ടിട്ടുള്ള എല്ലാവരും അതൊന്ന് പോയി കമന്റ് ബോക്സ് ബിലോട്ടോ. ജുറാസിക് പാർക്കിൽ തന്നെയാണോ പാട്ട്? അല്ല, സോറി, ഊട്ടിയിൽ തന്നെയാണോ ജുറാസിക് പാർക്ക്? അങ്ങനെ എന്തോ പറയാ. ഇതിനെ സൂ അല്ലേ, പാർക്കല്ല, സൂ ആണ് ഗൈസ്. ജുറാസിക് സൂ അങ്ങനെ എന്തോ ഉണ്ട്, കറക്റ്റ് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിഞ്ഞ ഒന്ന് കമന്റ് ബോക്സ് ബിലോ. ഞങ്ങൾ അതിന്റെ പേര് ഞങ്ങളുടെ കമന്റ് ബോക്സ് ബിലോ എന്ന് പറയുന്നില്ലേ. ഞങ്ങൾക്കിപ്പോൾ ഇത്തിരി കുറവാണ് കിട്ടുന്നത്. ലൈക്കും സബ്സ്ക്രൈബും ഇതൊക്കെ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത്തിരിയും കൂടി കൂട്ടി തരാണെങ്കിൽ നന്നായിരിക്കും. ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള വീഡിയോകൾ കാണാൻ പറ്റും. ഇനി നമുക്ക് പാർട്ട് 3 കാണാം. ബൈ ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ. ബൈ പറ, ബൈ പറ. ഓടി അവള്. അപ്പൊ നമുക്ക് ബൈ.
ഒരുത്തി അവിടെ നിന്നിട്ടായിരുന്നു പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ബൈ.